അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ലോകമേറെക്കാലമായി കേൾക്കുന്ന ഒരു വാക്കാണ് സൂപ്പർ പവർ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ഏറ്റവും ശക്തമായ സൈന്യം, ലോകത്തിന്റെ റിസർവ് കറൻസിയായ ഡോളർ. പക്ഷേ ഈ സൂപ്പർ പവറിന്റെ കടം ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ മൊത്തം ദേശീയ കടം ആദ്യമായി 40 ട്രില്യൺ ഡോളർ കടന്നിരിക്കുന്നു. 2026 ഓഗസ്റ്റ് 19 അമേരിക്കയുടെ മൊത്തം ഫെഡറൽ കടം 40 ട്രില്യൺ ഡോളർ മറികടന്നത്. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ അമേരിക്കയുടെ കടം ഏകദേശം ഇരട്ടിയായെന്നാണ് റിപ്പോർട്ടുകൾ. ഇവിടെ ഒരു കാര്യം ആദ്യം വ്യക്തമാക്കണം. 40 ട്രില്യൺ ഡോളർ എന്നത് അമേരിക്കയുടെ ഒരു വർഷത്തെ ചെലവല്ല. വർഷങ്ങളായി സർക്കാർ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവഴിച്ചതിന്റെ ഫലമായി കൂട്ടിച്ചേർന്നിരിക്കുന്ന മൊത്തം ഫെഡറൽ കടമാണിത്. അപ്പോൾ ചോദ്യം, ഇത്രയും വലിയ കടത്തിലേക്ക് അമേരിക്ക എങ്ങനെ എത്തി? അതിന് ഒരൊറ്റ കാരണം മാത്രമല്ല, വലിയ ബജറ്റ് കമ്മി, നികുതി ചെലവ് അസന്തുലിതാവസ്ഥ, സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ പോലുള്ള നിർബന്ധിത സർക്കാർ ചെലവുകൾ, പ്രതിരോധ ചെലവ്, പഴയ കടത്തിന് നൽകേണ്ട പലിശ, ഇവയെല്ലാം കടം ഉയരാൻ കാരണങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്: ഇറാൻ യുദ്ധം. 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നിലവിലെ സംഘർഷം വലിയ യുദ്ധമായി മാറിയത്. തുടർന്ന് അമേരിക്കൻ സൈനിക നടപടികളും ഇറാന്റെ തിരിച്ചടികളും ഗൾഫ് മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കി. ഇവിടെ വീണ്ടും ഒരു കാര്യം വ്യക്തമായി പറയാം: അമേരിക്കയുടെ 40 ട്രില്യൺ ഡോളർ കടത്തിന് ഇറാൻ യുദ്ധം മാത്രമല്ല കാരണം. പക്ഷേ ഈ യുദ്ധം അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദം കൂടുതൽ രൂക്ഷമാക്കുന്ന ഘടകമായി മാറിയിരിക്കുകയാണ്. കാരണം യുദ്ധം എന്നത് ബോംബുകളും മിസൈലുകളും മാത്രമല്ല. യുദ്ധത്തിന് പണം വേണം, സൈനികരെ വിന്യസിക്കാൻ പണം വേണം, യുദ്ധവിമാനങ്ങൾ പറത്താൻ പണം വേണം, മിസൈലുകൾ ഉപയോഗിക്കാൻ പണം വേണം, നശിച്ച ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വീണ്ടും വാങ്ങാൻ പണം വേണം, ഇന്ധനത്തിനും ലോജിസ്റ്റിക്സിനും പണം വേണം. ഇതെല്ലാം ഒടുവിൽ സർക്കാരിന്റെ ചെലവിൽ പ്രതിഫലിക്കും. ഏപ്രിലിൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇറാൻ യുദ്ധത്തിനായി ഇതുവരെ ഏകദേശം 25 ബില്യൺ ഡോളർ ചെലവായതായി കോൺഗ്രസിനെ അറിയിച്ചിരുന്നു. ജൂലൈയിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞ കണക്ക് പ്രകാരം അത് 37.5 ബില്യൺ ഡോളറായി ഉയർന്നിരുന്നു. ഇത് ഔദ്യോഗികമായി കണക്കാക്കിയ നേരിട്ടുള്ള യുദ്ധ ചെലവാണ്. പക്ഷേ യുദ്ധത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ചെലവ് ഇതിലും കൂടുതലായിരിക്കാമെന്ന വിലയിരുത്തലുകളുണ്ട്. കാരണം സൈനിക ചെലവ് മാത്രമല്ല കണക്കാക്കേണ്ടത്. എണ്ണ വില ഉയരുന്നു, ഗതാഗത ചെലവ് ഉയരുന്നു, വിലക്കയറ്റ സമ്മർദ്ദം വർദ്ധിക്കുന്നു, വ്യാപാരവും ഷിപ്പിംഗും തടസ്സപ്പെടുന്നു. ഇവയെല്ലാം സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകത്തിലെ പ്രധാനപ്പെട്ട എണ്ണവാതക ഗതാഗത പാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. യുദ്ധവും സംഘർഷവും കാരണം ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. ഓഗസ്റ്റ് 20 റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമൂസിലൂടെയുള്ള ചരക്ക് കപ്പൽ ഗതാഗതം യുദ്ധത്തിന് മുൻപത്തെ നിലയിൽ നിന്ന് വളരെ താഴെയാണ്. അതിന്റെ പ്രതിഫലം ലോകമെമ്പാടും അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഏകദേശം 91.87 ഡോളർ വരെ ഉയർന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എണ്ണവില ഉയർന്നാൽ അതിന്റെ ആഘാതം പെട്രോളിൽ മാത്രം ഒതുങ്ങില്ല. ഗതാഗതം മുതൽ ഭക്ഷണം വരെ പല മേഖലകളിലും ചെലവ് കൂടാം. അപ്പോൾ ചോദ്യം വീണ്ടും അമേരിക്കയിലേക്ക് വരുന്നു. ഇത്രയും വലിയ കടമുള്ള ഒരു രാജ്യത്തിന് ഇനിയും യുദ്ധ ചെലവ് എത്രത്തോളം താങ്ങാനാകും? ഇവിടെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾ വിമർശനത്തിന് വിധേയമാകുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ അമേരിക്കയുടെ ചെലവ് കുറയ്ക്കുമെന്നും സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അതേസമയം പ്രതിരോധത്തിനായി വലിയ തുക ചെലവഴിക്കുന്ന നയവും അദ്ദേഹത്തിന്റെ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുകയാണ്. 2026-27 കാലയളവിനായി ട്രംപ് ഭരണകൂടം 1.5 ട്രില്യൺ ഡോളറിന്റെ പ്രതിരോധ ബജറ്റ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ വർധനയാണ്. ഇവിടെയാണ് വിമർശകരുടെ ചോദ്യം: കടം 40 ട്രില്യൺ ഡോളർ കടന്നിരിക്കുമ്പോൾ യുദ്ധങ്ങൾക്കും സൈനിക വിപുലീകരണത്തിനും വീണ്ടും വീണ്ടും ട്രില്യണുകൾ ചെലവഴിക്കുന്നത് എത്രത്തോളം സാമ്പത്തികമായ ഉത്തരവാദിത്തമുള്ള നയമാണ്? അമേരിക്കയുടെ കടത്തിന്റെ പ്രധാന കാരണം ഇറാൻ യുദ്ധമല്ല എന്നത് വീണ്ടും ഓർക്കണം. പക്ഷേ ഇതിനകം തന്നെ വലിയ കമ്മിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ പുതിയ യുദ്ധ ചെലവ് ചേർക്കുമ്പോൾ സാമ്പത്തിക സമ്മർദ്ദം കൂടുമെന്നത് വ്യക്തമാണ്. ഇതിന്റെ മറ്റൊരു വശമാണ് പലിശ.
അമേരിക്ക കടമെടുക്കുമ്പോൾ ആ കടത്തിന് പലിശ നൽകണം. കടം കൂടുന്നതിനൊപ്പം പലിശ ചെലവും വർദ്ധിക്കുന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ അമേരിക്കയുടെ നെറ്റ് പലിശ ചെലവ് $1 ട്രില്യൺ മുകളിലേക്ക് പോകാമെന്ന് നേരത്തെയുള്ള പ്രൊജക്ഷൻസ് സൂചിപ്പിച്ചിരുന്നു. അതിനർത്ഥം സർക്കാർ കടം തിരിച്ചടയ്ക്കാൻ മാത്രമല്ല, ആ കടത്തിന്റെ പലിശയ്ക്കും വൻതുക ചെലവഴിക്കേണ്ടി വന്ന സാഹചര്യമാണുള്ളത്. ഇതോടെ ഒരു അപകടകരമായ ചക്രം രൂപപ്പെടാം. കൂടുതൽ കമ്മി, കൂടുതൽ കടം, കൂടുതൽ പലിശ, കൂടുതൽ സർക്കാർ ചെലവ്, വീണ്ടും കൂടുതൽ കടം. ഇനി ഇറാൻ യുദ്ധത്തിലേക്ക് വരാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ജൂണിൽ ഇടക്കാല ധാരണ ഉണ്ടാക്കിയിരുന്നെങ്കിലും അതിന്റെ വ്യവസ്ഥകളെ കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം തുടരുകയാണ്. അമേരിക്ക ഹോർമൂസ് തുറക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇറാൻ മറുവശത്ത് അമേരിക്കൻ ഉപരോധങ്ങളും സൈനിക നടപടികളും അവസാനിപ്പിക്കണമെന്നും ധാരണയിലെ വ്യവസ്ഥകൾ നടപ്പാക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഓഗസ്റ്റ് 17 ഇറാൻ കൂടുതൽ ആക്രമണാത്മകമായ സൈനിക നിലപാടിലേക്ക് മാറാൻ തയ്യാറാണെന്ന് മുന്നറിയിപ്പ് നൽകി. അതേസമയം ട്രംപ് ഭരണകൂടം ഇറാനെതിരെ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദവും ചെലുത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 20 ട്രംപ് ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. അപ്പോൾ ഈ യുദ്ധം ആരെയാണ് കൂടുതൽ ബാധിക്കുന്നത്? ഇറാനെ മാത്രമല്ല, അമേരിക്കയെയും ബാധിക്കുന്നു. അമേരിക്കയെയാണ് കൂടുതൽ ബാധിക്കുന്നത്. യൂറോപ്പിനെയും ബാധിക്കുന്നുണ്ട്, ഏഷ്യൻ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്, ഇന്ത്യയെയും ബാധിക്കാവുന്ന പ്രധാന ഘടകമാണ് എണ്ണവില. കാരണം ഇന്ത്യ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധം വളരെ ദൂരെയുള്ള ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ, ഗതാഗതം, ചരക്കുവില എന്നിവയെല്ലാം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയ ചോദ്യം കൂടി ഉയരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം കൈവശമുള്ള അമേരിക്ക ഓരോ പ്രശ്നത്തിനും സൈനിക ശക്തിയെ പ്രധാന പരിഹാരമായി കാണണമോ? ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഇതിനകം തന്നെ വലിയ സാമ്പത്തികവും മാനുഷികവുമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സ്വന്തം കണക്കിൽ മാത്രം യുദ്ധച്ചെലവ് ജൂലൈയിൽ $37.5 ബില്യൺ അതേസമയം സ്വതന്ത്ര സാമ്പത്തിക വിദഗ്ധർ യുദ്ധത്തിന്റെ പരോക്ഷ ചെലവ് ഇതിലും വളരെ കൂടുതലാകാമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു അടിസ്ഥാന ചോദ്യം ഉയരുന്നത്. അമേരിക്കയ്ക്ക് യഥാർത്ഥ സുരക്ഷ നൽകുന്നത് കൂടുതൽ മിസൈലുകളാണോ അതോ കൂടുതൽ നയതന്ത്രമാണോ? ഇറാന്റെ എല്ലാ നടപടികളെയും ന്യായീകരിക്കേണ്ടതില്ല. ഹോർമൂസിലെ കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്ന ആക്രമണങ്ങളും സൈനിക നടപടികളും സാധാരണ ജനങ്ങളെയും ആഗോള സമ്പദ് വ്യവസ്ഥയും ബാധിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണെന്ന പേരിൽ സൈനിക ശക്തി ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തിന്മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. കാരണം യുദ്ധത്തിൽ വിജയിച്ചാലും സാമ്പത്തികമായി തോൽക്കാനുള്ള സാധ്യതയുണ്ട്. $40 ട്രില്യൺ കടം എന്നത് അതുകൊണ്ട് വെറും ഒരു അക്കമല്ല. അത് അമേരിക്കൻ സർക്കാരിന്റെ സാമ്പത്തിക തീരുമാനങ്ങളുടെ ഒരു വലിയ മുന്നറിയിപ്പാണ്. ഒരു വശത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേശീയ കടം, മറുവശത്ത് ഉയരുന്ന പലിശ ചിലവ്, മറ്റൊരു വശത്ത് വൻ പ്രതിരോധ ബജറ്റ്, അതിനു മുകളിൽ ഇറാൻ യുദ്ധത്തിന്റെ നേരിട്ടും പരോക്ഷവുമായ ചെലവുകൾ. ഇവയെല്ലാം ഒരുമിച്ച് വന്നാൽ അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നിലുള്ള സാമ്പത്തിക വെല്ലുവിളി ചെറുതല്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ഇനി അമേരിക്കയ്ക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നത് മാത്രമല്ല, ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈനിക ഇടപെടലുകൾ തുടരുമ്പോൾ അതിന്റെ സാമ്പത്തിക വില എത്ര കാലം അമേരിക്കയ്ക്ക് താങ്ങാനാകും എന്നതും കൂടിയാണ്. $40 ട്രില്യൺ കടം അതിന് കിട്ടുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പുകളിൽ ഒന്നാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധം പലപ്പോഴും മറ്റൊരു മിസൈൽ ആയിരിക്കണമെന്നില്ല. നയതന്ത്രവും ചർച്ചയും സമാധാനവും ആകാം. അമേരിക്കയ്ക്കും ഇറാനും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. യുദ്ധം തുടരണമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പരിഹാരത്തിലേക്ക് നീങ്ങണമോ? ഇത് ഇനി ഇറാന്റെയോ അമേരിക്കയുടെയോ മാത്രം പ്രശ്നമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ തന്നെ പ്രശ്നമാണ്.